ബി.ജെ.പി. വിരോധവും ഹിന്ദു വിരുദ്ധതയും നിയമലംഘനങ്ങളും വ്യാജ വാർത്തകളുമായി നിറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തനി നിറം പരസ്യമായി തുറന്നു പറയുകയാണ് സ്വാമി ഡോക്ടർ ഭാർഗവ് റാം. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഹിന്ദു വിരുദ്ധ വ്യാജ വാർത്തയായി പ്രചരിപ്പിക്കുന്ന തന്റെ തൊഴിലാളികളോട് എടുക്കുന്ന സമീപനത്തെക്കുറിച്ചാണ് ഡോക്ടർ ഭാർഗവ് റാം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിൽ മറ്റു മതങ്ങൾക്കുള്ളതുപോലെ വിശ്വാസങ്ങൾക്കുള്ളതുപോലെ ഹിന്ദുക്കൾക്കും അവരുടെ വിശ്വാസങ്ങൾ തുടരാനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് വാചാലനാകുന്നത്. ഇക്കാര്യങ്ങൾ താങ്കൾ ഏഷ്യാനെറ്റ് ജീവനക്കാർക്ക് നൽകുന്ന ആഭ്യന്തര സർക്കുലറിൽ പറയാനുള്ളതല്ലേ കൂടുതൽ ഭംഗി? താങ്കളുടെ കുടുംബം കുംഭമേളയിൽ പങ്കെടുത്തുവോ ഇല്ലയോ എന്നത് പരാമർശിച്ചുകൊണ്ട് താങ്കളുടെ സ്ഥാപനത്തിന്റെ ക്രിമികടിയുടെ കാഠിന്യം നോർമലൈസ് ചെയ്യാനുള്ള പരിശ്രമം അപഹാസ്യമല്ലേ എന്നു തുടങ്ങി ഒരു 100,000 ചോദ്യശരങ്ങളാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ അദ്ദേഹത്തെ വിയർപ്പ് മുട്ടിക്കുന്ന പോസ്റ്റാണ് ഭാർഗവ് റാം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒരു മുതലാളിയുടെ തൊഴിലാളികളോടുള്ള പരസ്യപ്പെടുത്തിയ റിക്വസ്റ്റ് എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബി.ജെ.പി. വിരോധവും ഹിന്ദു വിരുദ്ധതയും നിയമലംഘനങ്ങളും വ്യാജ വാർത്തകളും പലകുറി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റിന്റെ ഈ പരിപാടികളോട് നിരന്തരം കലഹിക്കുകയും ഏഷ്യാനെറ്റ് മുതലാളിക്ക് വേണ്ടി വോട്ട് തെണ്ടേണ്ടി വരികയും ചെയ്യുക എന്നത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ദയനീയാവസ്ഥ എനിക്ക് മാത്രമല്ലല്ലോ. ഏഷ്യാനെറ്റ് ന്യൂസ് നേരിടേണ്ടിയിരുന്ന നിയമ നടപടികൾ പോലും അവരിലേക്ക് എത്താതെയുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ എക്കാലവും ഭാഷയോടെ പ്രവർത്തിക്കുന്നവരോട് പരാതിപ്പെട്ടിട്ട് എന്ത് ഫലം? ഡൽഹി കലാപ സമയത്ത് ഹിന്ദു വിരുദ്ധ വ്യാജ വാർത്ത നൽകിയതിന്റെ പേരിൽ PR സുനിലിനും ഏഷ്യാനെറ്റിനുമെതിരായി ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതി പിൻവലിക്കാൻ സമാധാന ഭേദ ഉപായങ്ങൾ പ്രയോഗിച്ചത് ഏഷ്യാനെറ്റ് അധികൃതരല്ലല്ലോ. ഇവർക്കെതിരെ ഏത് പരാതികൾ ഉണ്ടായാലും അക്കാര്യങ്ങൾ ഒരു കാലത്തും നടപടി ഉണ്ടായിട്ടില്ല എന്ന അനുഭവത്തിൽ, ഉണ്ടാവില്ല എന്ന ബോധ്യത്തിൽ, അതിന് കാരണം മുതലാളിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ ബി.ജെ.പി. നേതൃപദവിയാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട ഏഷ്യാനെറ്റിന്റെ മതവിദ്വേഷ ക്രിമികടിയിൽ ഇതുവരെയും മിണ്ടാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് മുതലാളിയുടെ ഒരു പോസ്റ്റ് പുറത്തു വന്ന സ്ഥിതിക്ക് ചിലത് പറയാതിരിക്കുന്നത് ശരിയല്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിൽ മറ്റു മതങ്ങൾക്കുള്ളതുപോലെ വിശ്വാസങ്ങൾക്കുള്ളതുപോലെ ഹിന്ദുക്കൾക്കും അവരുടെ വിശ്വാസങ്ങൾ തുടരാനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് വാചാലനാകുന്നത്. ഇക്കാര്യങ്ങൾ താങ്കൾ ഏഷ്യാനെറ്റ് ജീവനക്കാർക്ക് നൽകുന്ന ആഭ്യന്തര സർക്കുലറിൽ പറയുന്നതല്ലേ കൂടുതൽ ഭംഗി? താങ്കളുടെ കുടുംബം കുംഭമേളയിൽ പങ്കെടുത്തുവോ ഇല്ലയോ എന്ന പരാമർശം കൊണ്ട് താങ്കളുടെ സ്ഥാപനത്തിന്റെ ക്രിമികടിയുടെ കാഠിന്യം നോർമലൈസ് ചെയ്യാനുള്ള പരിശ്രമം അപഹാസ്യമല്ലേ? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന സ്ഥാപനത്തോട് അപേക്ഷിക്കുന്ന വിനീത വിധേയനായ ഒരു മുതലാളിയെയാണ് പോസ്റ്റിൽ കാണുന്നതെങ്കിലും ഇതിലും വായിച്ചെടുക്കാവുന്ന കുറ്റസമ്മത പ്രകടനം തന്നെയാണ്. ഈ അവസരത്തിലും താങ്കളുടെ സ്ഥാപനത്തിന്റെ ഈ നടപടി എന്തുകൊണ്ട് നിർവ്യാജമായ ഒരു ഖേദപ്രകടനമോ ക്ഷമാപണമോ നടത്താൻ താങ്കൾക്ക് കഴിയുന്നില്ല? താങ്കളുടെ സ്ഥാപനത്തിലൂടെ 24x365 എന്ന നിലയിൽ നിരന്തരം ഹിന്ദു വിരുദ്ധ നിലപാടും ബി.ജെ.പി. വിരുദ്ധതയും ലാഭകരമായ വ്യവസായം പുലർത്തുമ്പോൾ സാധാരണക്കാരായ ബി.ജെ.പിക്കാരും ഹിന്ദു സമൂഹവും ബി.ജെ.പി. ടിക്കറ്റിൽ തന്നെ മത്സരിക്കുന്ന താങ്കൾക്ക് വേണ്ടി പണിയും കളഞ്ഞ് അപഹാസ്യരായി എന്തിന് നഷ്ടക്കച്ചവടത്തിന് നിൽക്കണം? സാധാരണക്കാർ അവരുടെ വീടിന്റെ ചുവരിലും മതിലിലും സോഷ്യൽ മീഡിയയിലും താങ്കളെ വിജയിപ്പിക്കാൻ നഷ്ടങ്ങൾ സഹിച്ച് കഷ്ടപ്പെടുമ്പോൾ താങ്കളുടെ സ്ഥാപനം ലാഭം കൊയ്യുന്നതിന്റെ ഭാഗമായി ബി.ജെ.പി. വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും പ്രസരിപ്പിക്കാൻ ഓവർ ടൈം പണിയെടുക്കുന്നു. താങ്കളുടെ സ്വന്തം ചാനൽ ചെയ്യാത്ത പണി സോഷ്യൽ മീഡിയയിലൂടെ ചെയ്ത സാധാരണക്കാർ എന്തിന് സ്വന്തം കഞ്ഞിയിൽ പാറ്റിയിടണം? ഇതിലേറെ തമാശ ഇതിലൊന്നും തനിക്ക് പങ്കില്ല എന്ന് പറയാനുള്ള താങ്കളുടെ കാപട്യപൂർണമായ നിലപാടാണ്. ഈ വിഷയത്തിൽ സമൂഹത്തിനോടുള്ള ഉദ്ബോധനമോ ഡെക്കറേഷനോ ഒന്നും ഇല്ലാതെ താങ്കളുടെ ഉള്ളിൽ തട്ടിയ ഒരു ക്ഷമാപണമാണ് ആവശ്യം. ഒരു ഖേദപ്രകടനം നടത്താനുള്ള മര്യാദയെങ്കിലും താങ്കളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? നിരവധി പേർ അവരുടെ ആശങ്ക പങ്കുവച്ചതിലുള്ള പ്രതികരണം ഇവിടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. താങ്കൾ ബി.ജെ.പി. നേതാവ് എന്ന ലേബലിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് പലരും പരസ്യമായി കടുപ്പിച്ച് വിമർശിക്കാത്തത് എന്നെങ്കിലും മനസ്സിലാക്കുക. ഇനി എൻ്റെ ആശങ്ക, മുതലാളി അനിഷ്ടം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് അഭിമാനിയായ മാപ്രച്ചി ഇനി രാജിയങ്ങാനം വെച്ചേക്കുമോ എന്നതാണ്. മതവികാരം വ്രണപ്പെടുത്തിയതിന് ആരെങ്കിലും കേസ് കൊടുത്താൽ മുതലാളിയുടെ പോസ്റ്റ് സ്ഥാപനത്തിന്റെ കുറ്റസമ്മത തെളിവാകും എന്നതിൽ സംശയവുമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റ് ഹിന്ദു വിരുദ്ധത തുറന്നു കാട്ടുന്ന ആ ഒരു പ്രസ്താവന നടത്തിയതും. അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു:
ഇക്കുറി ഇങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാ സ്നാനം നടത്തിയിട്ടുണ്ട്. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാര അനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താല്പര്യവും ഒക്കെ CPM ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കുണ്ടായി. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും BJP പ്രീതിപ്പെടുത്തലും ഒക്കെയാണ് ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ് എല്ലാം ഒത്തുവരുമ്പോൾ ഇങ്ങ് കേരളത്തിലും കുംഭം പ്രിയതരമായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ചുറ്റും ഒരു 10 പേരെങ്കിലും കുംഭ സ്നാനത്തിന് പോയിട്ടില്ലേ? അതാണ് അതിൻ്റെ ഇമ്പാക്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.